തമിഴ്നാട് ഇന്റലിജൻസ് കേന്ദ്രങ്ങളിലാണ് കുറുവ സംഘം എന്ന പേര് ആദ്യമായി കേട്ടത്. മോഷണം കുലത്തൊഴിലാക്കിയ കുറുവ സംഘത്തെക്കുറിച്ച് റിസർച്ച് ഡെസ്ക് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഇനി. നിർത്താതെയുള്ള കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിട്ടാകാം വീട്ടുകാരൻ ചാടി എഴുന്നേറ്റത്. പാതി ഉറക്കത്തിൽ ചെന്ന് കതക് തുറന്നു നോക്കുമ്പോൾ മുറ്റത്തെ ടാപ്പിൽ നിന്നും വെള്ളം ഒഴുകുകയാണ്. ടാപ്പ് അടയ്ക്കാനായി മുന്നോട്ടു പോയതാണ്. പിന്നിൽ നിന്ന് തലക്കിട്ടടി കിട്ടി ബോധം മറഞ്ഞു. ഓർമ്മ തിരിച്ചു കിട്ടുമ്പോഴേക്കും വീട്ടിലെ വിലപിടിപ്പുള്ളതെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. കേരളത്തെ ഇപ്പോൾ ഭയപ്പെടുത്തുന്നത് ഒരു കവർച്ചാ സംഘമാണ്, കുറുവ സംഘങ്ങൾ. ആരാണ് ഈ കുറുവ സംഘം? തമിഴ്നാട് ഇന്റലിജൻസ് കേന്ദ്രങ്ങളാണ് ഈ പേര് ആദ്യം കേട്ടത്. തമിഴ്നാടൻ തിരുട്ട് ഗ്രാമങ്ങളിലെ ഏറ്റവും അപകടകാരികളായ മോഷ്ടാക്കളുടെ കൂട്ടമാണ് കുറുവ സംഘം. മോഷണം കുലത്തൊഴിലായി കണക്കാക്കുന്നവർ, മോഷ്ടിക്കാനായി കൊല്ലാൻ പോലും മടിയില്ലാത്തവരാണ് ഇക്കൂട്ടർ. പലരും തെറ്റിദ്ധരിച്ച പോലെ കുറുവ സംഘം ഒരു സമുദായമോ സമൂഹമോ അല്ല. ആക്രമണവും കവർച്ചയും തൊഴിലാക്കിയ ഒരു കൂട്ടം പഠിച്ച കള്ളന്മാരാണ് ഇവർ. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി, സേലം ഭാഗങ്ങളിലെ മോഷ്ടാക്കൾ മാത്രം താമസിക്കുന്ന തിരുട്ട് ഗ്രാമങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ പ്രവർത്തനം. ഒരു വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും മോഷണ സംഘത്തിൽ അംഗമായിരിക്കണം. ആരെങ്കിലും പിടിയിലായാൽ കുടുംബത്തിൽ നിന്ന് മറ്റൊരാൾ ഈ തൊഴിലേക്ക് വരണമെന്നാണ് ഗ്രാമത്തിലെ അലിഖിത നിയമം. മോഷണ മുതലിന്റെ ഒരു പങ്ക് തുടർച്ചയായി ഗ്രാമമൂപ്പനെ ഏൽപ്പിക്കണം. കുറുവ സംഘത്തിൽപ്പെട്ടവർ പോലീസ് പിടിയിലായാൽ നിയമസഹായം ഉറപ്പാക്കേണ്ടതും അവരുടെ കുടുംബത്തെ സംരക്ഷിക്കേണ്ടതും മൂപ്പന്റെ ചുമതലയാണ്. മോഷണ പങ്ക് ഗ്രാമമൂപ്പനെ ഏൽപ്പിക്കാത്തവരെ ഗ്രാമത്തിലേക്ക് അടുപ്പിക്കില്ല. അവരുടെ കുടുംബത്തിന്റെ സംരക്ഷണവും ഏറ്റെടുക്കില്ല. ചെറു സംഘങ്ങളായാണ് കുറുവ കൂട്ടം മോഷണത്തിനിറങ്ങുന്നത്. 19 മുതൽ 59 വരെ വയസ്സ് പ്രായമുള്ളവർ ഇക്കൂട്ടത്തിലുണ്ട്. പകൽ സമയങ്ങളിൽ ആക്രി പെറുക്കാൻ നടക്കുന്നവർ, അമ്മിക്കൊത്ത്, വസ്ത്രവ്യാപാരം എന്നിങ്ങനെ പല ചെറിയ ജോലികളും മറയാക്കി ചുറ്റിക്കറങ്ങി പരിസരം മനസ്സിലാക്കും. രാത്രിയിൽ ഇരുമ്പുദണ്ടും അരിവാളും ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി കവർച്ചയ്ക്കിറങ്ങും. ശരീരം മുഴുവൻ എണ്ണ തേച്ചിട്ടുണ്ടാകും. മിക്കവാറും അടിവസ്ത്രം മാത്രമേ ധരിച്ചിട്ടുണ്ടാകൂ. മുഖം മറച്ചിട്ടുമുണ്ടാകും. വീടുകളുടെ വാതിലുകൾ തന്ത്രപൂർവ്വം തകർത്താകും മോഷണം നടത്തുക. പരമാവധി മോഷണം നടത്തി വേഗത്തിൽ തിരിച്ചു പോകുന്നതാണ് രീതി. കുറേ ദിവസത്തേക്ക് മൊബൈൽ ഫോൺ ഓഫാക്കി എവിടെയെങ്കിലും തമ്പടിക്കും. കോലാഹലങ്ങൾ കെട്ടടങ്ങിയാൽ അടുത്ത ദൗത്യത്തിനിറങ്ങും. അഥവാ പിടിക്കപ്പെട്ടാൽ സംഘാംഗങ്ങളെ ഒറ്റിക്കൊടുക്കാതെ ഇവർ പിടിച്ചു നിൽക്കും. കൊല്ലും കൊലയും ആയുധപ്രയോഗങ്ങളും പരിശീലിച്ച നല്ല കായിക ശക്തിയുള്ളവരാണ് കുറുവ സംഘം. സംഘത്തെ കണ്ടാൽ ഇവരെ എതിരിടാൻ ശ്രമിക്കാതെ ഉടൻ ഫോണിലോ മറ്റോ നാട്ടുകാരെയോ പോലീസിനെയോ വിവരമറിയിക്കുക. രാത്രി ഒറ്റയ്ക്ക് പുറത്തിറങ്ങരുതെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.